സ്വന്തം സ്വന്തം ബന്ധം ബന്ധം ക്ഷമ ക്ഷമ വിജ്ഞാനം വിജ്ഞാനം ചന്ദനം ചന്ദനം അഞ്ച് അഞ്ച് പക്വത പക്വത യുവത്വം യുവത്വം. ഇപ്പൊ ഈ ഓരോന്നിലും ഉസ്താദ് ചുവന്ന നിറത്തില് അടയാളപ്പെടുത്തിയതിനൊക്കെ നേരെ പച്ച നിറത്തിലുള്ള മലയാള അക്ഷരങ്ങൾ കാണാം. നിങ്ങള് സ്വന്തം എന്ന് പറയുമ്പോ അതിലെന്താ കണ്ടോ? മലയാളത്തിൽ ഈ അക്ഷരമാണ് സ്വന്തം. ഈ അക്ഷരത്തിൽ നിങ്ങൾ ഓർത്തു വെക്കുക. ഇതുപോലെ മലയാള വാക്കിൽ വരുന്നിടത്തൊക്കെ അറബി മലയാളത്തിൽ നമ്മൾ എഴുതി കൊടുക്കേണ്ടത് ഇതുപോലെയാണ്, ഒരു നൂനും ഒരു താവും. സ്വന്തം. ഇനി ബന്ധം എന്ന് പറഞ്ഞെടുത്ത് ബന്ധം എന്ന് പറഞ്ഞെടുത്ത് ഒരു നൂനുണ്ട്, ദാലുണ്ട്, ഹാ ഉണ്ട്. അത് മലയാളത്തിൽ ഈ അക്ഷരമാണ്. എന്താ ഈ അക്ഷരങ്ങൾ കണ്ടിട്ടില്ലേ? ഇതുപോലെയാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ അറബി മലയാളം എഴുതുമ്പോൾ നൂനും കൊടുക്കണം, ദാലും കൊടുക്കണം, ഹാവും കൊടുക്കണം. ഉസ്താദ് ഇങ്ങനത്തെ മലയാള വാക്ക് എഴുതി തരുട്ടോ. അപ്പൊ നിങ്ങൾ അറബി മലയാളം പേരുന്നുണ്ടായി കൊണ്ടുവരേണ്ടി വരും. ഈ അക്ഷരമാണ് ഉള്ളതെങ്കിൽ അതിന് നൂനും വേണം, ദാലും വേണം, ഹാവും വേണം. ഇനി ക്ഷമ, പരീക്ഷ, നക്ഷത്രം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? അവിടെ ക്ഷ ഉണ്ട്. ഓട്ടോറിക്ഷ അല്ലേ? ആ ക്ഷ എന്ന് പറയുമ്പോ കണ്ടോ മലയാളത്തിൽ ഈ അക്ഷരം പരീക്ഷ നിങ്ങൾ കണ്ടിട്ടില്ലേ? ക്ഷ. ഈ ക്ഷ എന്ന് എഴുതുമ്പോൾ നോക്കിയാൽ ഒരു ക്ഷ. ഇതൊക്കെ ചിലപ്പോ പരീക്ഷ കുട്ടികളെ വായിക്കലെങ്ങനെ അറിയോ? ക്ഷമ എന്നറിയാം. ക്ഷമ എന്നറിയാ അല്ല ക്ഷമ. ക്ഷമ ക്ഷമ എന്ന് പറയുമ്പോ ക്ഷ എന്നാണ് അക്ഷരമാണിത് മലയാളത്തില്. ഇനി വിജ്ഞാനം. വിജ്ഞാനം എന്നുള്ളത് ശ്രദ്ധിച്ചു നോക്കി. ഒരു ജ് ഒരു ഞാ എന്നാണ്. ഞ ജ് ഞ. ഇതേപോലെ മലയാളത്തിലുണ്ട്. നോക്കി ഒരു ജ് ഞ. വിജ്ഞാനം എന്ന് പറയുമ്പോ ഒരു ജ് എന്നിട്ടാണ് ഞാൻ എഴുതുക. അപ്പം അറബി മലയാളത്തിലും ഒരു ജ് ഒരു ഞ. ഈ ചുവപ്പ് നിറത്തിലുള്ള അക്ഷരം മലയാളത്തിൽ ഇങ്ങനെ കാണാം നമുക്ക്. ഇനി നോക്കി ചന്ദനം. ചന്ദനം അവിടെ ഇല്ല. ചന്ദനം ഒരു നൂനും ദാലുള്ളൂ. അപ്പൊ അതിന്റെ മലയാളം നോക്കി. ഇതുപോലെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടോ? ചന്ദനം. ഈ എന്താ വരണമെങ്കിൽ ഒരു നൂനും ഒരു ദാലും മാത്രം മതി. ഇനി അഞ്ച്. അഞ്ച് നോക്കി. മഞ്ചാടി എന്നൊക്കെ പറയുമ്പോഴുള്ള ഇഞ്ചാല്ലേ? ഇഞ്ച. അതിന് നമ്മളെത്താ ഒരു നൂനും ചീമ. നാളെ കഴിഞ്ഞത് ഒരു പരീക്ഷയ്ക്ക് ഒരു കുട്ടി നൂനും ചീമ ചെയ്തിടണം. അങ്ങനെയാണ് അഞ്ച് എഴുതുക. അല്ല, അഞ്ച് എഴുതുമ്പോ ഒരു ഞ് ഒരു ച്. എല്ലാ പരീക്ഷയ്ക്കും വരുന്നതാണിത്. അഞ്ച് വായിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ ഉണ്ടാവും. അഞ്ച് എന്ന് എഴുതുമ്പോ ഒരു ഞ് ഒരു ച്. അപ്പളെ ഇഞ്ച എന്നുള്ള ഈ അക്ഷരവും. പിന്നെ നോക്കി പക്വത. ഇത് പക്വത എന്നുള്ള എങ്ങനെ ചെറിയ വായിക്കുക? പക്വത എന്നല്ല, ക് വാട്ടാൽ ക്വ എന്നാണ് പറയാ. ക് വാട്ടാൽ എന്താ പറയാ? ക്വ. പക്വത എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്വത. അതിന്റെ മലയാളം നോക്കി ക്വ. ഇങ്ങനെ മലയാളത്തിൽ കാണുന്നു. ക്വ ക്വ. ആ ക്വ എന്ന് അറബി മലയാളത്തിൽ എഴുതുമ്പോ ഒരു ക് ഒരു വ. യുവത്വം. യുവത്വം എന്നുള്ളടത്ത് യുവത്വം അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. തിവ എന്നിട്ട ത്വ എന്നാണ് ശബ്ദം വരിക. ത്വ. നോക്കി ഈ അക്ഷരം കണ്ടോ? മലയാളത്തിൽ ഇങ്ങനെ അക്ഷരമുണ്ട്. ത്വ ത്വ ത്വ. ആ ത്വ എന്നുള്ളത് യുവത്വം എന്നുള്ള ത് വ എന്നും പാടി കൂടുമ്പോഴാണ് എന്താവുക? യുവത്വം എന്നാവുക. ഓക്കെ. ഇതിന്റെ ഏറ്റവും താഴെ നോക്കി കളർ കൊടുക്കാനാണ്. പക്ഷെ മിക്ക പരീക്ഷക്കും ഇതിൽ നിന്ന് 1, 2, 3 ഒക്കെ വായിക്കാണ്ടാവും. ഇതിങ്ങനെ ഒറ്റയ്ക്ക് ഇടുമ്പോൾ കുട്ടികൾ പലയാതി രൂപത്തിലാണ് വായിക്കുക. ചിലവര് നിക്കാന്നാണോ അത്? ഇതെത്തങ്ങൾ വായിച്ചതാണ്. ഈ പങ്കായത്തിൽ കണ്ടതാണ്. പുറത്തൊരു പറഞ്ഞത് ഇത്
12 അപ്പൊ പറയും ഇന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് ഒരു ക് വാന്നിട്ടാൽ എന്താ? കിവ എന്നാ പറയാ, ക്വാ എന്നാ പറയാ? ഇടക്കത് പറയും. എന്നാ ചെലവിൽ ഇങ്ങനെ പറയലുണ്ട് കിവ. കിവ പറയാൻ പറ്റുമോ? ഇല്ല. അറബി മലയാളത്തില് ഒരു ക് ഒരു വാ ഇട്ടാൽ അതിന്റെ ശബ്ദം ക്വ. ഇതൊക്കെ നമ്മളിവിടെ കണ്ടില്ലേ? ക്വ ക്വ ക്വ. ഇനി ഒരു ത് വാന്നിട്ടാ ത്വ എന്നാ പറയാ, ത്വ എന്നാ പറയാ? ത്വ. ഇതൊക്കെ യുവത്വം എന്നുള്ളടത്ത് ത്വ ത്വ. പിന്നെ നോക്കി നമ്മള് ക്ഷമ എന്ന് പറഞ്ഞെടുത്ത് ക്ഷ കണ്ടില്ലേ? ഇത് കൃഷ എന്ന് പറയാൻ പറ്റുമോ? കൃഷ എന്ന് പറയാൻ പാടില്ല. ക്ഷ. പരീക്ഷ, നക്ഷത്രം, രക്ഷ, അവിടെയൊക്കെ ക്ഷ എന്നുണ്ടാവും. ക്ഷ, ക്ഷമ. അപ്പൊ ഇതും നമുക്ക് എന്ത് ചെയ്യണം? വായിക്കാൻ കിട്ടണം. ഇതൊക്കെ യാതൊരു പ്രയാസമില്ലാതെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കളറ് കൊടുക്കുമ്പോ നല്ല പറഞ്ഞു കൊടുക്കുക. എന്ന് പറഞ്ഞാണ് ആർക്ക് നല്ല ശബ്ദം നോക്കട്ടെ. അപ്പൊ ഇതിലുള്ള മലയാള അക്ഷരങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വായിച്ച് പഠിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ്.